Hello guys. Welcome back to my YouTube channel. അപ്പോൾ ഇന്ന് എല്ലാവർക്കും സുഖമല്ലേ? ഇന്നല്ല, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു കണ്ടൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കുറച്ച് വള കളക്ഷൻസ് ഉണ്ടായിരുന്നു, വളൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഞാൻ ഇതിലാണ് ഈ ഒരു വളയിലിട്ട് വെക്കാറ്. അപ്പോൾ എൻ്റെ കുറച്ച് വളൻ്റെ കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതാ ഇതിൽ മോതിരമുണ്ട്. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ ഇതിലാണ് ഞാൻ വളയിലിട്ട് വെക്കാറ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കളക്ഷൻസ്, വലിയ കളക്ഷൻസ് ഒന്നുമല്ല, ചെറിയ ചെറിയ കുറച്ച് കളക്ഷൻസ്. അപ്പോൾ സ്വർണ്ണമല്ല, കുറച്ച് ഫാൻസി കളക്ഷൻസ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതായത് ഈ ഒരു വളയാണ്. ഇത് കാണുമ്പോൾ നല്ല ഒറിജിനൽ ഗോൾഡിൻ്റെ പോലെയാണ്, ഇട്ടാൽ ഒന്നും മനസ്സിലാവില്ല വേഗമൊന്നും. നല്ലൊരു അടിപൊളി വളയാണ്. ഇത് 4 സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 4 സെറ്റ് ആയിരിക്കും. അപ്പം എനിക്കിത് 4 സെറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഗോൾഡ് ആൻഡ് സിൽവർ കളറായിട്ട് വന്നിട്ടുള്ള ഒരു വളയാണിത്. അപ്പോൾ ഇത് ഞാൻ കയ്യിലിട്ട് കാണിച്ചു തരാം. വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ വള. പിന്നെ രണ്ടാമത്തെ വള എന്ന് പറയുന്നത് നമ്മളിതാ ഇപ്പം എല്ലാവർക്കും ട്രെൻഡിങ് ആയിട്ടുള്ള വളയാണ് ഈ ഒരു വള. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ കുറേ ഇത് കണ്ടോ, ഇതിങ്ങനെ തുറക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു മോഡൽ വളയാണിത്. ഇത് പക്ഷേ ഇതിങ്ങനെ തുറക്കുന്ന വളയാണിത്. അപ്പം ഇതാണ് അടുത്തുള്ളത്. പിന്നെ ഇതിങ്ങനെ പൂട്ടും. പിന്നെ എനിക്കിത് തുറക്കേണ്ടിയും പൂട്ടേണ്ടിയും ഒന്നും ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇടാൻ പറ്റും. കുഞ്ഞിക്കൈയായതുകൊണ്ട് എനിക്കിങ്ങനെ ഇടാൻ പറ്റും. അതുകൊണ്ട് ഞാനിത് തുറക്കില്ല. ഒന്നും കൂടി ഉണ്ട്, അത് എൻ്റെ വേറെ ബോക്സിലോ മറ്റോ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നെ ഇപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടാവും നിങ്ങൾ ചിലപ്പോൾ. അപ്പോൾ അത് ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എപ്പോൾ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു വളയാണ്. ഈ ഒരു വള സെറ്റായിട്ട് വന്നിട്ടുള്ള, ഇപ്പോൾ എന്താ പറയുക, കല്യാണ സമയത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു കിടിലൻ വളയാണ്. ഇത് കണ്ടോ. പക്ഷെ ഇത് വേഗം കളർ പോകുന്നുണ്ട്. 2-3 വട്ടം ഇടുമ്പോഴേക്ക് കുറച്ച് കളർ പോകുന്ന ടൈപ്പാണ്. പക്ഷെ ഇപ്പം ഇത് കളർ പോയിട്ടില്ല. ഇത് കണ്ടോ, നല്ലൊരു കിടിലൻ വളയല്ലേ. ഇതിപ്പോൾ കല്യാണത്തിനൊക്കെ പരിപാടിക്കൊക്കെ ഇടാം. അപ്പം ഇത് ഞാൻ റിയാസ് ഖാൻ്റെ അനിയൻ്റെ കല്യാണത്തിലേക്ക് റിയാസ് ഖാൻ കൊണ്ടുതന്ന വളയാണിത്. പിന്നെയുള്ള വള ഈ ഒരു വളയാണ്. ഇത് സെറ്റായിട്ട് വന്നുള്ള ഒരു 4 കളറ്, സിൽവർ, ഗോൾഡ്, പിന്നെ സിൽവറിൻ്റെയും കൂടി കുറച്ചും കൂടി കട്ടിയുള്ള ആൻറ്റിക് കളറാണ്, അങ്ങനത്തെ എന്തോ. പിന്നെ ഇത് റോസ് ഗോൾഡ്. അങ്ങനെ 4 കളറായിട്ടുള്ള ഒരു വളയാണിത്. കാണുന്നുണ്ടല്ലേ, കാണുന്നില്ലേ? അപ്പം ഇതാണ് അടുത്തത്. ഇത് എന്തെങ്കിലും കല്യാണ പരിപാടിക്കൊക്കെ ഇടാം. ഒറിജിനൽ സ്വർണം പോലെ തന്നെ ഉണ്ട്. അപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, ഇതിട്ടാലും മനസ്സിലാവില്ല സ്വർണ്ണമാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, കുഴപ്പമില്ല. ഞാനിത് അധികം അങ്ങനെ ഇടാറില്ല. നോർമലി എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് കൂടുതൽ ഇടാറില്ല. എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും അടുത്ത കല്യാണത്തിനോ അങ്ങനെ ഹെവി ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിത് അങ്ങനെ ഇടാറുള്ളൂ. ഇതാണ് അടുത്തത്. എനിക്ക് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ, വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ വലിയ കളക്ഷൻസ് എന്നൊന്നും വിചാരിക്കേണ്ട, കുറച്ചുള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാമെന്നേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ ഒരു വളയാണ്. ഈ ഒരു വള ഇത് കണ്ടോ, ഇതിൻ്റെ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടിട്ടുള്ള ഒരു വളയാണ്. ഇത് കുറച്ച് കാലമായിട്ട് ട്രെൻഡിങ് തന്നെ ഉള്ള ഒരു നല്ല അടിപൊളി ഒരു വളയാണ്. ഇത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചു. ഇപ്പം അടുത്താണ് എനിക്ക് കിട്ടിയ. അപ്പോൾ അടിപൊളിയല്ലേ ഈ ഒരു വള? ഈ ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നത് കൊണ്ട് 1 2 3 4 5 വളയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഈ റിങ് എന്ന് പറഞ്ഞാൽ 3 റിങ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതാണ് അടിപൊളി ഒരു വള. ഇതന്നെ 3 സെറ്റായിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അതാണ്ടോ, ഈ ഒരു 3 സെറ്റായിട്ടുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഇത് എൻ്റെ കയ്യിൽ മാത്രമേ
പെങ്ങൾക്കൊക്കെ കൊടുത്തു. പക്ഷെ അവൾക്ക് എന്താ പറയുക വേണമെന്ന് പറഞ്ഞിട്ട് കൂടി അവൾക്കും കൂടി ഉള്ളേനും. പക്ഷെ നോക്കുമ്പോൾ ഇത് ആരെ കയ്യിലും ആകുന്നില്ല, എൻ്റെ കയ്യിൽ മാത്രം ഇതാകുന്നുള്ളൂ. കണ്ടോ, ഇത് നല്ല രസമാണ്. ഓരോ പുതിയ ഡ്രസ്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് രസമുള്ളൊരു വളയാണിത്. ഇത് കണ്ടോ, നല്ല രസമില്ലേ അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടം ഇങ്ങനെ സൗണ്ട് ആക്കുമ്പോൾ. അപ്പം ഇതാണ് അടുത്ത വള. അപ്പോൾ അതുപോലെ തന്നെ വളയാണ് അടുത്തത്. ഇതെന്ന് പറയുന്നത് ഇത് ഗോൾഡ് സിൽവർ ആൻറ്റിക് കളറായിട്ടുള്ള റോസ് ഗോൾഡാ അല്ലെങ്കിൽ ആൻറ്റിക്കോ. ഇതിപ്പോൾ ആൻറ്റിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. റോസ് ഗോൾഡ് ആൻറ്റിക്കോ ഇതിലേതൊരു കളറ് ആയിട്ടുള്ളതാണ് ഈ ഒരു വള. 3 കളറും കൂടി 1 2 3 4 വീതം ഓരോ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത വള. ഇപ്പം 4 കളറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. ഇത് അടിപൊളി വളയാണ്. ഇപ്പോൾ കല്യാണത്തിനൊക്കെ നല്ല മാച്ചായിട്ട് ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി വളയാണ്, സൂപ്പർ വളയാണ്. അപ്പോൾ ഇതാണ് അടുത്തത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സെറ്റും കൂടി ഉണ്ട്. ഇത് ഞാനിത് പൊളിച്ചിട്ടില്ല. ഇത് പിന്നെ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇത് പൊളിച്ചിട്ടില്ല. ഇത് ഇൻഷാല്ലാ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ പൊളിക്കണം എന്ന് വെച്ചിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ആയുഷ്മിനോ അതിലേക്കോ അങ്ങനെ അവർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ. കാരണം ഇത് എനിക്ക് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് കണക്കാക്കാൻ സാധ്യതയുണ്ട്. എൻ്റെ കൈ അത്രയേ ഉള്ളൂ, കുഞ്ഞു കയ്യാ. അപ്പോൾ അറിയില്ല, ഇൻഷാല്ലാ നോക്കണം. അപ്പോൾ ഇതാണ് അടുത്ത വള. പിന്നെ ഉള്ളത് ഈ ഒരു വളയാണ്. ഇത് എന്താ ഞാൻ എൻ്റെ ഉമ്മാക്ക് അധികം ഇടാൻ കൊടുക്കാറുള്ളത്, അല്ല ഉമ്മ ഇടാറുള്ളത്. കാരണം വെച്ചാൽ ഇത് എനിക്ക് ഓക്കെയാണ്, പക്ഷേ എന്നാൽ ഞാൻ അധികം ഉമ്മാക്ക് തന്നെ ഇടാൻ കൊടുക്കാറില്ല. ഇത് ഒന്നും കൂടി ഉണ്ട്, 2 സെറ്റായിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒന്ന് എവിടെയോ മിസ്സായിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് നല്ല കല്ല് വെച്ചിട്ടുള്ള നല്ല രസമില്ലേ ഇത് കാണാൻ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ശരിക്കും ഒരു ഗോൾഡ് പോലെ തന്നെ തോന്നുന്നുണ്ട് ഈ ഒരു കല്ല് കാണുമ്പോൾ. അപ്പോൾ ഇതാണ് അടുത്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വളൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ എൻ്റെ കുറച്ച് വാച്ച് കളക്ഷൻസും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഒരു വാച്ച്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ, കേശു ആയിട്ടുള്ള. ഇത് റോസ് ഗോൾഡ് കളറാണ്. അപ്പോൾ ഇതാണ്. പക്ഷേ എന്താ പറയുക, ഒറിജിനൽ സാധനമൊന്നുമല്ല. അതായത് കളർ പോവാത്ത ഒറിജിനൽ വലിയ പൈസയൊന്നുമല്ല, നോർമൽ ഒരു പൈസൻ്റെ ആണ്. അപ്പോൾ ഇത് കുറച്ച് കാലമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ ഇത് എൻ്റെ അടുത്ത് ഉണ്ട്. ഇതിൻ്റെ കുറച്ച് കളറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയതാണ്, അതുകൊണ്ട് ഇതിൻ്റെ കളർ പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെയും പക്ഷെ വ്യത്യാസമുണ്ട്. കണ്ടോ, ഇവിടെ ഈ ഒരു സംഭവം തമ്മിൽ ഫുള്ള് വ്യത്യാസമുണ്ട്. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വളയാണ്. രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാച്ചാണ്, വളയല്ല സോറി വാച്ചാണ്. പിന്നെ അടുത്ത വാച്ച് ഇതാണ്. ഈ ഒരു വാച്ച് റോസ് ഗോൾഡ് കളർ തന്നെയാണ്, പക്ഷെ കളർ കുറേ പോയിട്ടുണ്ട്. പിന്നെ അടുത്ത വാച്ച് ഈ ഒരു വാച്ചാണ്. ഈ ഒരു വാച്ച് എന്ന് പറയുന്നത് ഒരു മെറൂൺ കളർ വാച്ച്. ഇത് വേഗം കളർ പോകുന്ന ഒരു ടൈപ്പ് വാച്ചാട്ടോ. ഇത് വേഗം ഒരു കളർ പോകുന്ന ഒരു വാച്ചാണ്, പക്ഷേ നല്ലൊരു വാച്ചാണ്. പക്ഷെ വേഗം കളർ പോകും. കാരണം ഇതിൻ്റെ ഒരു സിൽവർ കളറെല്ലാം നല്ലത്. കാരണം സിൽവർ കളർ വേഗം ഒന്നും കളർ പോകില്ല. ഇതൊരു മെറൂൺ കളർ വാച്ചാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാച്ചാണ്, പക്ഷെ വേഗം കളർ പോകുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു വാച്ച് വരുന്നത് ഇത് ഞാൻ അങ്ങനെ കൂടുതൽ ഇടാറില്ല. എന്തെങ്കിലും വലിയ ഫംഗ്ഷനെല്ലാം വരുമ്പോൾ ഇടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചില്ല. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, അതാണ് സംഭവം. ഇത് ഈ ഒരു വാച്ച്. ഇതിൻ്റെ മോഡൽ കുറേ പോയതാ, പക്ഷെ ഇത് നല്ല രസമുള്ള ഒരു വാച്ചാണ്. കണ്ട ഐഫോണിനൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ മുത്തൊക്കെ ഉണ്ട്. നല്ല വാച്ചാണ്, അടിപൊളി ഒരു വാച്ച്. പിന്നുള്ളത് ഈ ഒരു വാച്ച്. ഈ ഒരു വാച്ച് ഞാൻ മീഷോയിലൊക്കെ കഴിച്ചു നോക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ട്. എനിക്ക് പിന്നെ റിയാസ്ക്ക് വാങ്ങി തന്നെ, അതുകൊണ്ട് റേറ്റ് ഒന്നും എനിക്കറിയില്ല. ഇതിൻ്റെ ഒന്നും ലിങ്കൊന്നും ഇല്ല കേട്ടാ. കാരണം ഞാൻ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങുന്നത്, അതുകൊണ്ട് ലിങ്കൊന്നും ഇല്ല. കണ്ടോ, നല്ല രസമില്ലേ ഈ ഒരു വാച്ച്. ഇതും ഞാൻ അങ്ങനെ കൂടുതൽ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വാച്ച്, എൻ്റെ വള കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തുക. അപ്പോൾ ഇതിലേത് വാച്ച്, എൻ്റെ വള ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും പറയാം.
അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരാം. അതുവരേക്കും ബൈ.